ഇനി നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ തൊടാൻ കഴിയില്ല. ആ ഫെമിനിസ്റ്റിയെ, ആ ഉഡായിപ്പ് പെണ്ണിനെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ച് പറയുകയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ വളരെ വേദനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ തൊടുപുഴ രാജുവേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഓട്ടോ ഡ്രൈവറുടെ ഓട്ടം വിളിച്ചു പോവുകയും അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തേജോവധവും ചെയ്ത പെണ്ണിനെ അവൾക്കെതിരെ കേസെടുത്ത് നടപടിയെടുക്കും, ജയിലിലടയ്ക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യവുമായിട്ടാണ് ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയത്. ഞാൻ ആദ്യം ആ കേസിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേസിൽ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് പേര് വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മാറിയുന്നത്. കാര്യം രാഹുലിനെ പോലുള്ളവർ വീഡിയോ ചെയ്തു മതിയാക്കി, അതുകൊണ്ട് അതിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ആ കേസിൽ ഇടപെടുന്നത്. എങ്ങനെ ഇടപെട്ടത്? ഞാനൊരു വീഡിയോ ചെയ്തിട്ടു, ആ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും എന്നെ ബന്ധപ്പെടും, അല്ലെങ്കിൽ ആ ഓട്ടോ സ്റ്റാൻഡിലുള്ളവർ എന്നെ ഒന്ന് ബന്ധപ്പെടുമെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാജുവേട്ടൻ്റെ മകൾ എന്നെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് അവരുടെ വോയിസും ഞാൻ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച വോയിസും ഞാൻ കൂടി ഒരു വീഡിയോ ചെയ്തിടുന്നത്. പക്ഷേ പിന്നീട് ഒരു അനക്കവുമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജുവേട്ടൻ്റെ മകള് പിന്നീട് ഇത് തുടർന്ന് നമ്മൾ അങ്ങോട്ട് പോകുവാൻ വേണ്ടി, ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല. കാരണം ഇവരുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഈ കേസ് വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മളോടൊപ്പം നിൽക്കണം. എന്തായാലും അവർ സ്റ്റാർട്ടിങ്ങിലെ പോയത് നന്നായി. അല്ലെങ്കിൽ നമ്മൾ സംഘടനാപരമായിട്ട് ഒരുപാട് കാശും മുടക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട്, മറ്റേ കഷായം ഗ്രീഷ്മയുടെ കേസ് അങ്ങനെയാണ് സംഭവിച്ചത്. അതുപോലെ ഒരു കേസ് വരാതെ ഇങ്ങനെ അങ്ങ് തീർന്ന് ആദ്യമേ പറഞ്ഞത് നന്നായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമേ സൈലൻ്റായി, വളരെ നല്ല കാര്യം നമ്മൾ ഇടപെട്ട് കയറി അങ്ങ് പോയതിന് ശേഷം ഒന്ന് കത്തി കയറുമ്പോഴായിരിക്കും ഇവർ കുറച്ച് കാശ് വാങ്ങിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിയോ കേസിൽ നിന്ന് ഊരിപ്പോരുന്നത്. അപ്പോഴേക്കും നമ്മൾ തകർന്നു പോകും. മനസ്സിലായി? നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വിജയിപ്പിച്ചിട്ടേ മാറത്തുള്ളൂ. അങ്ങനെയുള്ളൊരു കേസാണ്, അങ്ങനെയുള്ളൊരു നിലപാടുള്ളൊരു സംഘടനയാണ്, നിലപാടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ കേസിൽ ഈ രാജുവേട്ടൻ ഓട്ടോ ഡ്രൈവർ, ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു, മകളോട് സംസാരിച്ചു, അവിടുത്തെ സർക്കിളിനോട് സംസാരിച്ചു. അപ്പോൾ തുടർ നടപടി ചെയ്യണമെങ്കിൽ ഇവരുടെ സപ്പോർട്ട് വേണ്ടേ? ഇനി ഇവരോട് ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും അവളെ ഇവർ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ഒരു വ്യക്തിക്കും ഇങ്ങനെ വരരുത്, ഞങ്ങളതുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളിനി ഒരു ഉണ്ടയിൽ പോയാലും നിങ്ങളിത് വിജയിപ്പിക്കാൻ പോകുന്നില്ല. ഞാൻ വെല്ലുവിളിച്ച് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാശ് വാങ്ങിച്ചത് ഒതുക്കി തീർക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സ്വാധീനത്തിന് വഴങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വക്കീലിനെ കണ്ടിട്ടാണെങ്കിൽ, ഏതെങ്കിലും അഡ്വക്കേറ്റ് പറഞ്ഞാണ് ഞാൻ കേസ് നോക്കിത്തരാം, അവളെ അറസ്റ്റ് ചെയ്യുന്നു, കോപ്പ് നടക്കും. ഒരു കേസ് എടുപ്പിക്കാൻ പരമാവധി വക്കീലിന് പറ്റുമെന്നുള്ളതല്ലാതെ മറ്റ് നടപടികൾക്കൊന്നും പറ്റില്ല എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. കാരണം പുരുഷന്മാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വിജയിപ്പിക്കുവാനുള്ള നിയോഗമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? കാരണം ഞാൻ പോകുന്ന റൂട്ടും നമ്മുടെ സംഘടന എടുക്കുന്ന തീരുമാനങ്ങളിൽ കൂടി പോയാൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. അവളുടെ രോമത്തിൽ തൊടാൻ പറ്റില്ല. അവൾ രക്ഷപ്പെട്ടു, അത്ര തന്നെ. രക്ഷപ്പെട്ടു, വളരെ വേദനയോട് കൂടിയിട്ടാണ് പറയുന്നത്. അവൾ രക്ഷപ്പെട്ടു. ഇവിടെ കേരളത്തിൽ ഫെമിനിസ്റ്റുകൾ അമർച്ച ചെയ്ത സംഘടനയാണിത്. ഇവിടെ ഒരു പുരുഷന്മാരെയും തേജോവധം ചെയ്യാൻ പാടില്ല, അവർക്ക് വേറൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്ന് കണ്ട് മുന്നിട്ടിറങ്ങുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്ത് ചെയ്യാൻ, നിർഭാഗ്യവശാൽ കൂടെ നിൽക്കേണ്ടവർ നിൽക്കുന്നില്ല. നിൽക്കേണ്ടവർ നിന്നാൽ മാത്രമേ നമുക്കിത് വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഈ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം. വേറെ മാർഗ്ഗമില്ല കേട്ടോ. അതുകൊണ്ടാണ് അവർ നിൽക്കാത്തടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. പലരും അവരവരുടെ എന്തെങ്കിലുമൊക്കെ സ്വാധീനത്തിന് വഴങ്ങുന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുന്നു. അതൊക്കെയാണ് വിഷയം. ഓക്കെ, വേറൊന്നും പറയാനില്ല. നിരാശയോട് കൂടിയിട്ട് കട്ട് ചെയ്യുകയാണ്.